എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണം. നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കും അറിയണം. ആഗ്രഹമുണ്ട്, പറ്റുമെന്നറിയില്ല. അപ്പം ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഞങ്ങൾ വന്നിരിക്കുക. അപ്പം ഞങ്ങൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് ഞങ്ങൾ പാവപ്പെട്ടവരും പണക്കാരും കൂടി ആയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ്, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, നമുക്ക് അപ്പം കാണാം. ഓക്കെ മോളെ, പൈസ ഒന്ന് തരും മോളെ. പൈസ തരും മോളെ, പൈസ. എന്നാ ആൻറ്റി, നീ നന്നായി വരൂടി. താങ്ക് യു. ഓക്കെ, പൈസ നീ നന്നായിട്ട് വരും. ഈ ലോകത്തെ ഒരു ആൻറ്റിയും ഒരു കൊച്ചുങ്ങളും എനിക്ക് ഇതുവരെ ഇതുപോലുള്ള പൈസ തന്നുള്ള. നീ നന്നായി വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പൈസ തന്നവളെ ഞാനിപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് ഒരു നല്ലൊരു ദേവതയായിട്ട് നല്ലൊരു ദേവതയായിട്ട് ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അവൾ നല്ലവളാണ്. നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. അവൾ നാളെ വരുമ്പോൾ ഞാൻ നാളെയും ടെക്സ്റ്റ് ചെയ്ത് നോക്കും അവൾ നല്ലവളെ വീണ്ടും ആണെന്ന്. എൻ്റെ പോലത്തെ ഒരു പാവപ്പെട്ടവളുണ്ട്, അവളെ കൂടെ ഇവിടെ ഇരുത്തി അവൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ അവളെ ഞാൻ നാളെ തൊട്ട് ദേവത. അവൾ മരിക്കുമ്പോൾ അവിടെ ഞാൻ പറയും അവളൊരു നല്ലൊരു ദേവത ആവണം. മോളെ ഒത്തിരി പൈസ ചേർത്ത് എൻ്റെ മോൾക്ക് ഇത്തിരി സ്കൂളിൽ പൈസ ചേർക്കണം. ഞാൻ നല്ല പക്കരാണ്. എന്താടി ഇവിടുന്ന് ചെയ്യണത്? ഇങ്ങനെ തെണ്ടി അടക്കാണ്ട് നിനക്ക് വേറെ പണിയില്ലടി. ഇവിടുന്ന് പോയിക്കോ, ഞങ്ങൾക്ക് അടക്കാനുള്ള സ്ഥലമാണ്. ഇതവാ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിതാ പൈസ. നീ വായ പൂട്ടിരുന്നോ? ഇവിടെ എങ്ങാനും ഇവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിന് കൊടുത്തരും. എനിക്ക് നിന്റെ പൈസ വേണ്ടേ, എനിക്ക് കൊച്ചിനൊന്ന് സ്കൂളിൽ ചേർത്താൽ മതി. സോറി, ഞാൻ വിചാരിച്ചു നീ പാവപ്പെട്ട് വെറുതെ ഇട്ട് കള്ളു കുടിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു. സോറി പെങ്ങളെ, ഞാൻ നിനക്ക് വേണ്ടി കുറെ പൈസ തരാം. സോറി പെങ്ങളെ, ഞാൻ അറിഞ്ഞില്ല. നിന്റെ കൊച്ചിന് ഞാൻ പൈസ തരാം. സ്കൂളിൽ ചേർത്ത് അവളെ നന്നായി വളർത്തണം. ഞാൻ യൂട്യൂബിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാം. ഞങ്ങൾ എല്ലാ മാസം കുറച്ചേ പൈസ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ സോറി, ഞാൻ ഇതുപോലെ ചെയ്തതിന് വെരി സോറി. അല്ലാഹ് കാത്തോളണേ, അവരിനൊക്കെ കാത്തു രക്ഷിക്കണേ. അല്ലാഹുവേ, നീ അവരെ സ്വർഗത്തിലാക്കണം. എൻ്റെ അനിയത്തി പറഞ്ഞത് കറക്റ്റാ, അവർ രണ്ടാളും നീ സ്വർഗത്തിലാക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത പൈസയാണ്. എൻ്റെ ഫുൾ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ പണവും ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. വീട് വരെ നിങ്ങളെടുത്തോ.